പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 360 ഡിഗ്രി ക്യാമറ ചെയ്തിരിക്കുന്നത് കിയയുടെ സെൽട്ടോസിലാണ്. സെൽട്ടോസിൻ്റെ ഫുൾ ഓപ്ഷനിലാണ്, അതായത് ഏറ്റവും ടോപ്പ് എൻഡിൽ GT വേരിയൻ്റാണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തെ മോഡലാണ് HTX. അതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, 360 ഡിഗ്രി ക്യാമറ മാത്രമില്ല. നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പോലും ഇല്ലാത്ത ടൈപ്പ് 3D 360 ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെ യൂസ് ചെയ്തെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. എല്ലാ പൊസിഷൻസും, അതായത് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, ഫ്രണ്ട്, ബാക്ക്, അത് മെയിനായിട്ട് നമ്മളത് ഇത്തവണ റോഡിലോട്ട് ഇറക്കി നമ്മൾ ഓടിച്ച് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റോഡിലോട്ട് ഇറക്കിയിട്ട് ഉള്ള ഡ്രൈവിംഗ് വീഡിയോയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നു. കറക്റ്റ് ക്ലിയറായിട്ട് റോഡിൻ്റെ കളറായാലും നമ്മൾ വീഡിയോ ക്യാമറയിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളത് നേരിട്ട് ഡ്രൈവ് ചെയ്യുമ്പം നല്ല രീതിയിൽ നമുക്കതിൻ്റെ ചെറിയ ചെറിയ കട്ടർ വരെ നമുക്ക് ഈ ബേർഡ് വ്യൂവിലും അതേക്കണങ്ങനെ പ്രയോറിറ്റി വ്യൂവിലും ഒക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇതൊരു 4 മണിക്കൂറിൻ്റെ അകത്ത് ഇൻസ്റ്റലേഷനെ എടുക്കുള്ളൂ സമയം. ഇൻസ്റ്റലേഷൻ വീഡിയോ നമ്മൾ അടുത്ത ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്ത് കാലിബ്രേഷനൊക്കെ ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഇത് 3D ആണ്. ഇപ്പോൾ നമ്മൾ മെയിൻ 12 ഇഞ്ച് അടുപ്പിച്ച് വരുന്ന സ്ക്രീനാണ് സെൽട്ടോസിന് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരു സ്ക്രീൻ തന്നെ സ്പ്ലിറ്റായിട്ട് തിരിയും. അതിൽ ലെഫ്റ്റ് സൈഡിൽ ബേർഡ് വ്യൂവും റൈറ്റ് സൈഡിൽ നമ്മൾ പ്രയോറിറ്റി വ്യൂവും വരും. അതിൻ്റെ അത് ഇൻഡിക്കേറ്റർ ഇടുമ്പം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ബാക്ക്, ഫ്രണ്ട്, ഈ സമയത്തെല്ലാം റൈറ്റ് സൈഡിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയാലും നമുക്ക് ഈ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലൈവാണ്. അതേസമയം ഈ കാണുന്ന ഇത്രയും വ്യൂ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡിങ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതിൻ്റെ അത് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഗ്ലോ ബോക്സിന് അതിന് വേണ്ടിയിട്ടൊരു സ്ലോട്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഈ മാറ്റ് ഇട്ടാണ് നമ്മൾ കാലിബ്രേഷൻ ചെയ്യുന്നത്. അത് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തൊരു മാറ്റൊക്കെ ഇട്ടാണ് നമ്മൾ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 3Dക്ക് വേണ്ടി മാത്രം ഇടുന്ന മാറ്റാണ്. 2Dക്ക് ഈ മാറ്റൊന്നുമില്ല. നമ്മളതിൽ എല്ലാ 2D ആയാലും 3D ആയാലും എല്ലാ ടൈപ്പ് മാറ്റും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ടാണ്. ആ ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഇൻ്റർലോക്ക് വരെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ എന്തുമാത്രം വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. ഇത് നമ്മൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവേഴ്സ് ഇട്ട് നമ്മൾ ആ ഒരു ഷെഡിലോട്ട് കയറ്റി ഇടുന്നൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് വ്യൂ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ആ ഗൈഡ് ലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ആ ബേർഡ് വ്യൂവിൽ നോക്കി നമ്മൾ അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും കാണാൻ പറ്റും. മറ്റേ ഇതിൽ നോക്കിയിട്ട് ബാക്കി വണ്ടിയും കാര്യങ്ങളും കാണാൻ പറ്റും. ഇപ്പോൾ ഒരു വണ്ടി ഇട സൈഡ് കിടപ്പുണ്ട്. നമ്മളത് നോക്കി നമ്മൾ സ്ക്രീനിൽ നോക്കി നമുക്ക് വെളിയിലോട്ടോ മിററിലോട്ടോ പോലും നോക്കേണ്ട കാര്യമില്ല. ഈ സ്ക്രീനിൽ മാത്രം നോക്കേണ്ട 2 പോസ്റ്റിൻ്റെ ഇടയിലോട്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും. നമുക്ക് എന്തുമാത്രം രീതിയിൽ തട്ടുന്നു, റിവേഴ്സ് സെൻസറിൻ്റെ പോലും ആവശ്യം വരുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവരിലും ഈ വീഡിയോ എത്തിക്കണം. താങ്ക് യു.